ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടാമത്തെ കടയുടെ പൂജയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് 2-3 ദിവസമായി, പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണേ. അപ്പോൾ വീഡിയോ എടുക്കുന്ന മുമ്പേ തന്നെ ഒരു കാര്യം പറ്റും, ഒരുപാട് വീഡിയോ എടുക്കണം. ഇതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്കറിയാമല്ലോ, നമ്മളെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമല്ല, നമ്മളെ സ്വന്തം എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമുക്കായിരിക്കും തിരക്ക്, ഇപ്പോൾ എടുക്കാനും പറ്റില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞ 2-3 പേരൊക്കെ ലേറ്റായിട്ടല്ല. ഞങ്ങളെ മുഹൂർത്തം എന്ന് പറഞ്ഞത് 9:13 തൊട്ട് 9:38 വരെയാണ്. അപ്പോൾ നമുക്കത് കയറണം. അപ്പോൾ നമ്മൾ വിളിച്ചവരൊക്കെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയൊക്കെ ഞങ്ങൾ വിളിച്ചായിരുന്നു, പക്ഷേ അവർക്കൊന്നും സമയത്ത് എത്താൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും തോട്ടമുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് തോട്ടങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ ഉള്ള എല്ലാവരും അവരുടെ തോട്ടത്തിൽ പോകും. ആ പോയിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും തിരിച്ചെത്തുന്നത്. അപ്പം നമ്മളടുത്ത് പറഞ്ഞു, നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ വന്ന സമയത്ത് കുറച്ച് ചില്ലറ ജോലിയിൽ നിന്ന് ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറക്കി വെക്കാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കടയുടെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതായത്. അപ്പോൾ പൂജയുടെ വീഡിയോ മാത്രം എടുക്കാൻ എടുത്തത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വയ്ക്കുന്നത് ലക്ഷ്മി ദേവിയാണ്. ഇവിടെ കടകളിലെല്ലാം ലക്ഷ്മി ദേവിനെയാണ് ഇവിടെ എല്ലാവരും പൂജിക്കുന്നത്. വലിയ ചടങ്ങും കാര്യങ്ങളൊന്നുമില്ല, വളരെ ലളിതമായിട്ടേ ഉള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മളെ നാട്ടിലെ കണക്ക് ഇങ്ങനെ വാഴയിലയിൽ നിന്ന് ഇങ്ങനെ ഇവിടെ വയ്ക്കും അങ്ങനെ വെച്ച് കൊടുക്കുന്നുമില്ല. അവരെല്ലാം പാത്രത്തിൽ തട്ടമുണ്ടല്ലോ, താലം, അതിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിങ്ങനെ നാട്ടിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവർ നോക്കിയപ്പോൾ ഗണപതിക്ക്, നമുക്കൊക്കെ നാട്ടിൽ ഗണപതിനെ, ഇവിടെ ലക്ഷ്മി ദേവീനെയാണ് എല്ലാവരും കടയിൽ വയ്ക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഗണപതിക്ക് ഒരു പടുക്ക വയ്ക്കണമെന്ന്. അപ്പം നമ്മൾ കിട്ടിയ സൗകര്യത്തിൽ ഒരു തേങ്ങയും ശർക്കരയും പഴവും വാങ്ങി വാഴയിലയിൽ, ഇപ്പോൾ ഇല കിട്ടുന്നത് കൊണ്ട്, സുലഭമായി കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഇലയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതാണ് മെയിൻ പൂജ എന്ന് പറഞ്ഞാൽ, നാളികേരം പൊട്ടിച്ച് ശുദ്ധീകരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പൂജ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. തിരുമേനി വിളക്കും കത്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ തിരുമേനി കേട്ടോ, ഇവിടുത്തെ അമ്പലത്തിലെ തിരുമേനിയാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരൻ നേരത്തെ വന്നു. പിന്നെ കർപ്പൂരമൊക്കെ കത്തിച്ച്, കർപ്പൂരം ഇവിടെ കത്തിക്കുന്നുണ്ട്. ബാക്കി ഈ ഇലയിലൊക്കെ വെച്ചത് എല്ലാവരും എന്നോട് ചേട്ടനോട് ചോദിച്ചത് എന്താ ഇങ്ങനെ വെക്കണേ, ഇങ്ങനെ ചൂടാന്നൊക്കെ പറയണേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത്. ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണല്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ സന്തോഷമാണ്. ഞങ്ങൾക്കിങ്ങനെ രണ്ടാമതൊരു കട തുടങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ സാംഗ്ലി ജില്ലയിൽ അന്തലി എന്ന് പറയുന്നൊരു ഗ്രാമത്താണ് കേട്ടോ. ഇത് പക്ക ഒരു ഗ്രാമം തന്നെയാണ്, ഗ്രാമപ്രദേശമാണ്. ഞങ്ങളെ കടയെന്ന് പറഞ്ഞത് ഹോട്ടലാണ്. അത്യാവശ്യം തിരക്കും കാര്യമില്ല, നല്ല തിരക്കും കാര്യമൊക്കെ ഉള്ളൊരു ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫുൾ ഡീറ്റെയിൽസായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതിനുശേഷം ചേട്ടനാണ് വിളക്ക് എത്തിച്ചത്. ഇതാണ് എൻ്റെ ചേട്ടൻ. പക്ഷേ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ചേട്ടൻ്റെ ഫേസ് എടുത്താൽ വിളക്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇത്, കാരണം ആ വിളക്ക് കത്തിക്കുന്ന ടൈമിൽ എനിക്ക് ഫുള്ള് ടെൻഷനായി. ചേട്ടനാണ് കത്തിക്കുന്നതെങ്കിലും ഫുള്ള് എനിക്കായിരുന്നു ഒരു ടെൻഷനല്ല, എന്തോ ഒരു സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാൻ വയ്യില്ല. അങ്ങനെ ഒരു അവസരമായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വീണ്ടും ഒരു കട തുറക്കാമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൊണ്ടും നമുക്ക് വീണ്ടും ഒരു പുതിയൊരു കട തുറക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിപ്പോൾ ഏട്ടന് നമ്മൾ വെച്ച കുങ്കുമം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഇട്ടൊക്കെ തന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.